നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് ഇപ്പോൾ അടയുന്നത്. രാജ്യത്തിന്റെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് BR ഗവായി പദവിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. മെയ് 14-നാണ് അദ്ദേഹം ഈ പരമോന്നത പദവി ഏറ്റെടുത്തത്. വെറും മാസങ്ങൾ മാത്രമാണ് ആ കസേരയിൽ അദ്ദേഹം ഇരുന്നത്. എന്നാൽ ആ കാലയളവിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതാൻ കഴിവുള്ളവയായിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് ഗവായ്. രാഷ്ട്രപതി റഫറൻസ്, വഖഫ് തുടങ്ങിയ നിരവധി സുപ്രധാന കേസുകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നിർത്തിയത്. BJP സർക്കാരിന്റെ നീക്കങ്ങളെയും SAR നടപടിക്രമങ്ങളെയും ഏറ്റവും കൂടുതൽ എതിർത്ത ആളായിരുന്നു ജസ്റ്റിസ് BR ഗവായ്. ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായിരുന്ന ബെഞ്ച് മുൻപ് സ്വീകരിച്ചതുപോലെ ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ ഭരണഘടനാപരമായ നീക്കങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഹർജികളിലും SARനെതിരെയുള്ള നടപടിക്രമങ്ങൾ ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജികൾ വന്നപ്പോഴും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടപെടൽ കുറയ്ക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ. ഇവിടെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയരുന്നത്. വിരമിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തീരുമാനവും എടുക്കാൻ സമ്മതിക്കാതെ മറ്റ് ജഡ്ജിമാർ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. നേരിട്ട് അദ്ദേഹത്തെ മാറ്റാനോ ഇംപീച്ച്മെന്റ് ചെയ്യാനോ മുതിരാതെ മറ്റ് ജഡ്ജിമാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിയതെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കുംകിയാനകളെ കൊണ്ട് ഒറ്റയാന്മാരെ മെരുക്കാനുള്ള ഒരു ആസൂത്രണ ശൈലി BJP ഗവായിയുടെ കാര്യത്തിൽ പ്രയോഗിച്ചു എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ കൊണ്ടുവരുന്ന സുപ്രധാന ഭേദഗതികൾ രാഷ്ട്രപതിയുടെ ഓർഡിനൻസിലൂടെ പാർലമെന്റിന്റെ അനുമതിക്ക് പോലും കാത്തുനിൽക്കാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെതിരെ ജസ്റ്റിസ് ഗവായ് ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപകടത്തിലാണ് എന്ന മുന്നറിയിപ്പും അവർ നൽകിയിരുന്നു. ജസ്റ്റിസ് BR ഗവായ് സ്ഥാനമൊഴിഞ്ഞതോടെ സുപ്രീം കോടതിയിന്മേലുള്ള BJPയുടെ ഒരു അജണ്ട നടപ്പിലായെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ജസ്റ്റിസ് ഗവായിക്ക് ശേഷം രാജ്യത്തിന്റെ അടുത്ത ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്താണ്. 2027 ഫെബ്രുവരി വരെയാണ് അദ്ദേഹം ഈ പദവിയിൽ തുടരുക.